നിർണായക തീരുമാനവുമായി ഇസ്രായേൽ. തെക്കൻ ഗാസയിലേക്ക് മുന്നേറുന്ന ഇസ്രായേൽ പ്രതിരോധ സേന തെക്കൻ ഗാസയ്ക്ക് കുറുകെ ഒരു പുതിയ സുരക്ഷാ ഇടനാഴി നിർമ്മിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തെക്കൻ ഗാസയെ, പ്രത്യേകിച്ച് റാഫ പ്രദേശത്തെ ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വേർതിരിക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം. ഗാസയിലെ സൈനിക നടപടി മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും ഗാസയിൽ ഒരു രണ്ടാം ഫിലാഡൽഫി റൂട്ട് സൃഷ്ടിക്കുകയാണെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ഈജിപ്റ്റ് അതിർത്തിയായ റാഫയെ വേർതിരിക്കുന്ന ഇടനാഴിയാണ് ഇസ്രായേൽ ഇപ്പോൾ നിർമ്മിക്കുന്നത്. റാഫയെ ഖാൻ യൂണിസിൽ നിന്നും വേർതിരിക്കുന്ന റൂട്ടാണിത്. മൊറാഗ് ഇടനാഴി എന്നാണ് ഈ ഇടനാഴിയുടെ വിളിപ്പേര്. 2005 ഗാസയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങിയപ്പോൾ സൈന്യത്തിന്റെ വാസസ്ഥലമായിരുന്നു ഇവിടം. ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ഹമാസിനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിൽ റാഫ നഗരത്തെ മറ്റ് ഗാസൻ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിക്കുക എന്നതാണ് ഇസ്രായേൽ നടപടിയുടെ ലക്ഷ്യം. അതേസമയം ഇസ്രായേൽ സേന ഇപ്പോൾ ഗാസ സിറ്റി ഉൾപ്പെടെയുള്ള വടക്കൻ ഗാസയുടെ 1/3 ഭാഗത്തെ തീരപ്രദേശ മേഖലയിൽ നിന്നും വേർതിരിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയിലും സൈനിക നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. ഫിലാഡൽഫി ഇടനാഴിയിൽ നിയന്ത്രണം തുടരുന്നു. അങ്ങനെ ഗാസയിലുടനീളം ഇസ്രായേൽ സേന നിയന്ത്രണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നിലവിൽ ഗാസയിലെ 2 ഇടനാഴികളും ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ഗാസയെ കീറിമുറിച്ച് മെഡിറ്ററേനിയൻ കടലിലേക്കാണ് പോകുന്നത്. ബന്ദികളെ കൈമാറുന്നതുവരെ ഗാസയിലെ ഉപരോധം അതോടൊപ്പമുള്ള സൈനിക നീക്കം ശക്തമായി തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കും. വടക്ക് തെക്ക് ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം മുന്നോട്ട് നീങ്ങുകയും മധ്യ ഗാസയിലേക്ക് ഗാസയിലെ പൗരന്മാരെ ഒഴിപ്പിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഒപ്പം ഗാസയിൽ പ്രവർത്തിക്കുന്ന സൈനിക ഡിവിഷനുകൾ 3ആയി ഉയർത്തിയിട്ടുണ്ട്. ഹമാസിന്റെയും മറ്റ് ഭീകര ഗ്രൂപ്പുകളുടെയും 50 കേന്ദ്രങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ആക്രമിച്ചതായി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചു. ജബാലിയയിൽ ഒരു UN ക്ലിനിക്കിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടതായും സൈന്യം അവരെ ആക്രമിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം വടക്കൻ ഗാസയിൽ നിന്നും ഇസ്രായേൽ നഗരമായ സ്തെറോട്ടിലേക്ക് ഹമാസ് റോക്കറ്റുകൾ അയച്ചതായും ഇസ്രായേൽ അത് പ്രതിരോധിച്ചതായും സൈന്യം ഗാസയിൽ വിവിധ നഗരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകുവാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകി വരികയാണെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.